രാമജന്മഭൂമി പ്രക്ഷോഭം സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തെ പറ്റിയാണ് എനിക്കും നിങ്ങൾക്കുമിടയിൽ ചിന്തിക്കാൻ ഒരു ഇത്തിരി സമയം ലഭിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയാം എന്നേക്കാൾ നന്നായി ഈ വിഷയം ചിന്തിച്ചവരാണ് എന്റെ മുന്നിലിരിക്കുന്നത് എന്നുള്ളത്. എന്തുകൊണ്ട് ശ്രീരാമ ജന്മഭൂമി അടക്കമുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഇവർ കടന്നു കയറി എന്ന് ആലോചിക്കുമ്പോൾ വരുന്ന സാമൂഹ്യ മാറ്റങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം ഇത്തരത്തിൽ നമ്മൾ ആദ്യം വീണ്ടെടുത്ത ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. സോമനാഥ ക്ഷേത്രം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഹിന്ദുക്കളായ ആരും എഴുതി വെച്ചതല്ല പൊതുവെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങൾ. മറിച്ച് ആ ക്ഷേത്രം തകർത്തു എന്നും അതിന്റെ വിഗ്രഹം ഇന്ന വിധത്തിൽ ചെയ്തു എന്നും 50,000 ആളുകളെ കൊല ചെയ്തു എന്നും ഒക്കെ തന്നെ അഭിമാനത്തോടുകൂടി എഴുതി വെച്ചിരുന്നത് അത് ആക്രമിച്ച ഇസ്ലാമിക ശക്തികളായിരുന്നു എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ വിഗ്രഹഭഞ്ജകരാവുന്നു എന്നുള്ളത് ഇസ്ലാമിക ലോകത്തിൽ അവർ ശക്തരാണ് എന്ന് കാണിക്കാനും അവർക്ക് നാളെ സ്വർഗത്തിന് അവകാശപ്പെടാനും ഒക്കെയുള്ള ഒരു വലിയൊരു അവകാശവാദമാണ്. അതുകൊണ്ട് തന്നെ അവരാണ് ഇതൊക്കെ എഴുതിയത്. എന്താണ് സോമനാഥത്തിന് ചെയ്തത് എന്നുള്ളത് അവരാണ് എഴുതിയത്. നിർഭാഗ്യവശാൽ അത്തരത്തിൽ ഒരുപക്ഷെ രാമജന്മഭൂമിയെ പറ്റിയും എഴുതിയിട്ടുണ്ടാകാം. പക്ഷേ രാമജന്മഭൂമി പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഉണ്ടായതോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. ആ ഭാഗം നമുക്ക് ബാബറുടെ ജീവചരിത്രത്തിലെ എഴുതാം ഒക്കെയുള്ള ആ ഭാഗം നമുക്ക് മിസ്സിംഗ് ആണ്. രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ നാളുകൾ ആ ക്ഷേത്രം തകർത്ത് പള്ളി ഉണ്ടാക്കിയ കാലങ്ങളിലെ രേഖകൾ നമുക്ക് മിസ്സിംഗ് ആണ് എന്ന് നമുക്കറിയാം. അത് പോയതാണോ കളഞ്ഞതാണോ എന്ന് നമുക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള അവകാശവാദം എവിടെയും കാണുന്നില്ല. അപ്പൊ നമുക്ക് ചിന്തിക്കാം, അപ്പോ ഒരു പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു പള്ളിയായി ഈ തർക്ക കെട്ടിടം മാറിയിരുന്നില്ല എന്നുള്ളത്. കാരണം അത് മാറ്റുക എന്നുള്ളത് എളുപ്പവുമല്ല. അത് സോമനാഥവും അതുപോലെ തന്നെയാണ്. സോമനാഥ ക്ഷേത്രത്തിലും അവരൊരു മകുടം ഉണ്ടാക്കി വെച്ചു എന്നതിൽ കവിഞ്ഞ് അല്ലെങ്കിൽ പള്ളിയുടേതായ ചില മേലാപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതിൽ കവിഞ്ഞ് അതിന്റെ ബാക്കി നിർമ്മിതികളൊക്കെ തകർത്തിട്ടും തകരാതെ അവിടെ ഉണ്ടായിരുന്നു. 47-49 അത് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്ന് നമുക്കറിയാം. അപ്പോ എളുപ്പമല്ല നമ്മുടെ ഇത്രയും ഭീമാകാരമായ നിർമ്മിതികൾ തകർത്തുകൊണ്ട് അന്നത്തേക്കൊരു സാങ്കേതിക വിദ്യ, അത് ഭാരതീയമായ സാങ്കേതിക വിദ്യ അവർക്ക് അത്ര വശമല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തകർത്തുകൊണ്ടൊരു പള്ളി ഉണ്ടാക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് പുതിയൊരു പള്ളി ഉണ്ടാക്കുന്നത്. അപ്പോ അതിന് ശ്രമിക്കാതെ ഇത് ഭാഗികമായി എവിടെയെങ്കിലുമൊക്കെ തകർത്ത മുകളിൽ ഒരു മേലാപ്പ് ഒരു മകുടമൊക്കെ ഉണ്ടാക്കി വെച്ച് ഇത് പള്ളിയാക്കുക എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ചേതോവികാരം ഭാരതത്തെ മാനസികമായി കീഴ്പ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ഭാരതത്തിനെ അതല്ലാതെ കീഴ്പ്പെടുത്താൻ അവർക്ക് സാധ്യമല്ല. അതായത് ഏതൊരു വ്യക്തിയെയും, ഭാരതത്തെ നല്ല പൊതുവെ ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്താൻ ഏറ്റവും എളുപ്പം മാനസികമായി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. അവരിൽ അപകർഷതാ ബോധം ഉണ്ടാക്കുക, അവരിൽ ഭയം ഉണ്ടാക്കുക, അവരിൽ അടിമ മനോഭാവം സൃഷ്ടിക്കുക. അപ്പൊ മാത്രമേ അവരെ എല്ലാ അർത്ഥത്തിലും കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഭാരതം പോലൊരു രാജ്യത്തെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല. കാരണം രാജ്യത്തെ തന്നെ ദൈവികമായ ഒരു ശക്തിയായി കാണുന്ന, ലോകത്തെ തന്നെ ഏകരാജ്യമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. രാജ്യത്തെ ദൈവത്തിന് തുല്യമായി ആരാധിക്കുന്ന, ദൈവമായി തന്നെ കാണുന്ന, ഒരുപക്ഷെ ക്ഷേത്രങ്ങളിൽ പോലും രാജാവിന് അല്ലെങ്കിൽ രാജ്യത്തിനൊക്കെ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സംസ്കൃതിയാണ് നമ്മുടെ. അതുകൊണ്ട് അത്ര എളുപ്പമല്ല. ജീവൻ കളഞ്ഞ നാടിനെ രക്ഷിക്കാൻ അവർ പരിശ്രമിക്കും. അതുകൊണ്ട് എളുപ്പമല്ല. അപ്പൊ എളുപ്പമാകാൻ സാധിക്കുക, അത് പെട്ടെന്ന് കീഴ്പ്പെടുത്തണമെങ്കിൽ മനസ്സിനെ കീഴ്പ്പെടുത്തിയേ മതിയാകൂ. ഭയം ഉണ്ടാക്കണം, അടിമ മനോഭാവം ഉണ്ടാക്കണം, അപകർഷതാ ബോധം ഉണ്ടാക്കണം. അതിനവരുടെ ദേശീയ മാനബിന്ദുക്കൾ തച്ചുടച്ചേ മതിയാകുള്ളൂ. അതാണ് സോമനാഥമാണെങ്കിലും അയോധ്യയാണെങ്കിലും കാശിയാണെങ്കിലും മധുരയാണെങ്കിലും എല്ലാം അത്തരത്തിലൊരു മാനസികമായ കീഴ്പ്പെടുത്തലാണ് അവരുദ്ദേശിച്ചത്. എങ്കിൽ മാത്രമേ ഭാരതത്തെ അടക്കി ഭരിക്കാൻ സാധിക്കൂ എന്നവർക്കറിയാം. മറ്റത് ആര് ഭരിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു പക്ഷെ ചിന്തിക്കാതെ സ്വന്തം സംസ്കാരത്തിന് മുറിവേൽക്കുമ്പോൾ അവരതിനെ തക്ക സമയത്ത് ഉണരുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോ നമ്മളെ അരസഹസ്രാബ്ദമായി 5 നൂറ്റാണ്ടായി മാനസികമായി തകർത്തിയിട്ടിരുന്നു എന്നതാണ് അവസ്ഥ. ഒരു പക്ഷേ ബ്രിട്ടീഷുകാരുടെ സമ്പൂർണമായ കീഴ്പ്പെടുത്തലിനും ഒക്കെ വഴിവെച്ചത് ആ മാനസികമായ അടിമത്തം മാത്രമായിരിക്കും. കാരണം അടിമകൾക്ക് പിന്നീട് ചിന്തയൊന്നുമില്ല. പിന്നെ എന്ത് തന്നെയായാലും ആ നുകം വെച്ചാൽ, നുകം മാറ്റിയാൽ പോലും അറിയില്ല. 47 നമ്മൾക്ക് വിദേശ നുകം നമ്മുടെ കഴുത്തിൽ നിന്ന് മാറ്റിയപ്പോൾ പോലും ഭാരതത്തിനത് മനസ്സിലായില്ല. കാരണം ദീർഘനാൾ അടിമ നുകം വെച്ചാൽ നമുക്കറിയാം, കന്നുപൂട്ടാനൊക്കെ ഉള്ള കാലങ്ങളിൽ അവരെ കഴുത്ത് അങ്ങനെ തന്നെ പിടിക്കും. കാരണം നുകം മാറ്റിയത് ഒരു പക്ഷെ അവരറിയില്ല. ഇതുപോലെ ഭാരതത്തിനും ആ നുകം മാറ്റിയത് അറിഞ്ഞിരുന്നില്ല. കാരണം അത്രമാത്രം അവരുടെ മനസ്സ് തകർന്നും തളർന്നും പോയിരുന്നു. ആ ഒരു അടിമ മനോഭാവത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോ തീർച്ചയായും രാമജന്മഭൂമി പ്രക്ഷോഭം സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തെ പറ്റി ചിന്തിക്കണമെങ്കിൽ സമൂഹം എങ്ങനെ തളർന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാലേ നമുക്കിത് പിടുത്തം കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും ഹിന്ദുവിന് മൃഗീയമായ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു സ്ഥലമായ ഭാരതത്തിൽ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു?
എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ പ്രതികരിച്ചില്ല പലപ്പോഴും ചോദിക്കട്ടെ. പക്ഷേ ആദ്യകാലങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ജീവൻ തന്നെ ഇതിനു വേണ്ടി വെടിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദേശീയ മാനബിന്ദുക്കളെ തിരിച്ചുപിടിക്കാൻ, നമ്മുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ഒക്കെ തന്നെ അവരാലാകുന്ന വിധമുള്ള ചെറുത്തുനിൽപ്പുകൾ ആദ്യകാലത്ത് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ വലിയ തോതിൽ ചെറിയ ചെറിയ ചില കോളിളക്കൾ ചില ഭാഗങ്ങളിൽ നിന്ന് മാത്രമായി മാറാൻ കാരണം അവർ മാനസികമായി അടിമത്തത്തിലേക്ക് പോയിരുന്നു എന്നുള്ളത്. അപ്പോ ഭാരതത്തിന്റെ മര്യാദാ പുരുഷോത്തമനായ ധർമ്മ വിഗ്രഹമായ ദേശീയതയുടെ തന്നെ പ്രതീകമായ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥാനം നഷ്ടപ്പെട്ടാൽ തീർച്ചയായും ആ ജനത ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൗഢ്യത്തിലായിരിക്കും എന്നുറപ്പാണ്. അപ്പൊ എപ്പോൾ മുതൽ ആ രാമൻ അവതരിച്ച പുണ്യഭൂമി, അവിടെയുള്ള ആ വികലമായ കെട്ടിടം, അവിടെ നമുക്ക് ആരാധന നടത്തണം, അല്ലെങ്കിൽ ആ കെട്ടിടം അവിടുന്ന് പോകണം എന്ന ആഗ്രഹത്തോടു കൂടി എന്ന് മുതൽ നമ്മൾ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ ഭാരതം ഉണരുകയായിരുന്നു എന്നതാണ് സത്യം. ഏതെങ്കിലും ഒരു വിഷയത്തിലേക്കുള്ള ഒരു ചെറുത്തുനിൽപ്പോ നമുക്കറിയാം. ഇപ്പൊ വിവേകാനന്ദ സ്വാമിയുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ അത് വിവേകാനന്ദ സ്വാമിയുടെ പോരാട്ടത്തിന്റെ ചരിത്രവും ജ്ഞാനജ്ഞന്റെ ചരിത്രവും ഒക്കെ നമുക്ക് നൽകിയിട്ടുള്ള മറ്റേ സമ്പത്തിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചു നോക്കിയാൽ വിവേകാനന്ദ സ്വാമി നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന സമയത്ത് ഭാരതം വൈദേശിക അടിമത്തത്തിന് കീഴിലാണ്. പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതേണ്ടത് എങ്ങനെയെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഘടനകളിലോ ഒന്നും തന്നെ വിവേകാനന്ദ സ്വാമി അംഗമായതായോ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞതായോ നമ്മൾ കേട്ടിട്ടില്ല. അതിന്റെ അർത്ഥം വിവേകാനന്ദ സ്വാമി ബ്രിട്ടീഷുകാർ ഭരിച്ചോട്ടെ എന്ന് തീരുമാനിച്ച വ്യക്തിത്വമല്ല. മറിച്ച് ആര് ഭരിക്കുന്നു അല്ലെങ്കിൽ ആരെ പുറത്താക്കണം എന്നുള്ളതല്ല, നമ്മുടെ വീണ്ടെടുപ്പാണ്, നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പാണ്, നമ്മുടെ നവോത്ഥാനമാണ് വലുത്, നമ്മുടെ ജാഗരണമാണ് ആദ്യം നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിവേകാനന്ദ സ്വാമി നമ്മളോട് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാനി ബോധത എന്ന ഉപനിഷത് വാചനങ്ങൾ ഏറെക്കുറെ ആജ്ഞാപിക്കുകയാണ് നമ്മളോട് ചെയ്തത്. ഇനിയും ഇങ്ങനെ ഉറക്കത്തിൽ കടക്കാതെ എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ, ഉണരൂ. അത് ആദ്യ പ്രയോറിറ്റി തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ കൊടുത്തത് ഉണർന്നിട്ട് എഴുന്നേൽക്കാനല്ല പറഞ്ഞത്, എഴുന്നേൽക്കൂ, ഉണരൂ. വെച്ചാൽ പെട്ടെന്ന് എണീക്കുമ്പോഴാണ് ഉറക്കമൊക്കെ പറ്റ കണ്ണിന്ന് പോവും. എന്നിട്ട് നമ്മൾ ഉറങ്ങുകയായിരുന്നു എന്ന് പോലും അറിയാതെയാണ് ചാടി എണീക്കുക. നേരെ മറിച്ച് ഉണർന്നിട്ട് എഴുന്നേൽക്കാൻ തീരുമാനിക്കുമ്പോൾ പലപ്പോഴും ഒന്നും കൂടെ കിടക്കാം, തിരിഞ്ഞു കിടക്കാം, മറിഞ്ഞു കിടക്കാം, അലാറം ഒന്നും കൂടെ അടിച്ചു വെക്കാം എന്നൊക്കെയാണ് പലപ്പോഴും തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഋഷീശ്വരന്മാർ പറഞ്ഞത് എഴുന്നേൽക്കൂ, ഉണരൂ, എന്നിട്ട് ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കൂ. അപ്പോ ആ നമ്മുടെ സ്വത്വത്തെ ഉണർത്തുക എന്നതിനാണ് വിവേകാനന്ദ സ്വാമി ഊന്നൽ നൽകിയത്. ഇതുപോലെ തന്നെ രാമജന്മഭൂമി ഒരു നിമിത്തമാണ്, കേവലം ഒരു ക്ഷേത്രത്തിന്റെ വീണ്ടെടുപ്പല്ല, ഭാരതത്തിന്റെ വീണ്ടെടുപ്പാണ്. നഷ്ടപ്പെട്ട നമ്മുടെ നട്ടെല്ല് ആ യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് അതിന്റെ ആ ബലം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് രാമജന്മഭൂമി പ്രക്ഷോഭത്തിലൂടെ തന്നെ ഉദ്ദേശിച്ചത്. ഈ പ്രക്ഷോഭം ഒരിക്കലും സംഘപരിവാർ സംഘടനകൾ തുടങ്ങിയത് മുതലല്ല തുടങ്ങിയിട്ടുള്ളത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം 1925 മാത്രമാണ് രൂപം കൊണ്ടിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം രാമജന്മഭൂമിയുടെ ചരിത്രം എനിക്ക് തന്നിട്ടുള്ള വിഷയമല്ല. അതൊരു പക്ഷെ നിങ്ങൾ ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നേ മറ്റൊരു ദിവസം അതിനെപ്പറ്റി അതിന്റെ ടൈം ലൈൻ ചർച്ച ചെയ്യുകയുണ്ടാകും. അപ്പോ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനം രൂപം കൊള്ളുന്നതിനൊക്കെ മുമ്പ് തന്നെ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോരാട്ടങ്ങൾ പല പല സമയങ്ങളിൽ നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്നതിന് മുമ്പ് തന്നെ പല പല സമയങ്ങളിൽ അതിനുള്ള മുന്നേറ്റം നടന്നിട്ടുണ്ട്, കേസുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നിയമ പോരാട്ടവും അതല്ലാതുള്ള പ്രക്ഷോഭവും ഒക്കെ തന്നെ അതിന് മുന്നേ തന്നെ നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ വിവേകാനന്ദ സ്വാമിയുടെയൊക്കെ വാക്ക് നമ്മളോട് ഉണരാനും എഴുന്നേൽക്കാനും ഒക്കെ എഴുന്നേൽക്കാനും ഉണരാനും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെ പോലും ശക്തിപ്പെടുത്താൻ ചില സമയങ്ങളിലുള്ള ചില ഉയർത്തെഴുന്നേൽപ്പാണെങ്കിലും അയോധ്യയുടെ വീണ്ടെടുപ്പ് പോലുള്ള പ്രക്ഷോഭങ്ങൾ അതിന് നിമിത്തമായിട്ടുണ്ടാകും എന്ന് ചിന്തിക്കുന്നതിൽ അത് അവാസ്തവമല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മുടെ സ്വത്വമാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ടൈം ലൈൻ പറയാൻ ഉദ്ദേശമില്ലെങ്കിലും രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകരിക്കുന്നതിന് പതിറ്റാണ്ടുകൾക്കോ നൂറ്റാണ്ടുകൾക്കോ മുമ്പ് തന്നെ രാമജന്മഭൂമി വീണ്ടെടുക്കാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങുകയും അതിന്റെ പരിസരത്ത് തന്നെ അതിന്റെ പുറത്ത് തന്നെ നമുക്ക് ആരാധന നടത്താൻ വേണ്ടുന്ന സംവിധാനങ്ങൾ അതനുസരിച്ച് ചെയ്യുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊരു തർക്ക സ്ഥലമാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ. കാരണം രാമജന്മഭൂമി ഒരിക്കലും അത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ആ നിലയ്ക്ക് അതിനോട് ചേർന്നെങ്കിലും നമുക്ക് ആരാധന നടത്തണം എന്നുള്ളത് സന്യാസി വര്യന്മാരടക്കം അത്തരത്തിൽ വാശി പിടിക്കുകയും കേസ് പോവുകയും നിർബന്ധേന അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തത്. അപ്പോ അത് കാരണം പതിനായിരക്കണക്കിന് പള്ളികൾ ഭാരതത്തിലുണ്ട്.
അവിടെയൊന്നും അത്തരത്തിൽ ആ പള്ളികളിൽ കയറി നിർബന്ധ ബുദ്ധി ആരാധന നടത്തണമെന്ന വാശിയൊന്നും ഹൈന്ദവ സമൂഹം ഒരു കാലത്തും കാണിച്ചിട്ടില്ല. അപ്പൊ ഇത് തീർച്ചയായും രാംകോട്ട് അറിയപ്പെട്ടിരുന്ന ആ സ്ഥലം അത് രാമജന്മഭൂമിയാണ് എന്ന് പൂർണ്ണമായ ബോധ്യമുള്ളതും അവിടെ ഉണ്ടായിരുന്ന മഹത്തായ ക്ഷേത്രം തകർത്താണ് ബാബർ ഇത്തരത്തിലൊരു നിർമ്മിതി ഉണ്ടാക്കിയത് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആ തർക്കങ്ങൾ നടന്നിട്ടുള്ളത്. 1949 ശേഷമാണ് കുറച്ചുകൂടെ, കാരണം ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തീർച്ചയായും നുകം നമ്മുടെ കഴുത്തിൽ നിന്ന് മാറ്റി എന്ന് നമ്മൾ അറിയണമായിരുന്നു. സോമനാഥം വീണ്ടെടുത്തതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് അയോധ്യ, കാശി, മധുര, ഇത് മൂന്നെണ്ണമെങ്കിലും നമ്മൾ അതേ സമയത്ത് അതേ വീറോടുകൂടി വീണ്ടെടുക്കണമായിരുന്നു. സോമനാഥം ആരുടെയും വികാരം വ്രണപ്പെടാതെ ചെയ്യാൻ സാധിച്ചു. കാരണം വികാരം വ്രണപ്പെടുത്തുന്നവർക്ക് കളിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ സോമനാഥത്തിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു. കാരണം അത് ജീർണോദ്ധാരണം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും പബ്ലിക് ഫണ്ട് ഉപയോഗിച്ചത് ജീർണോദ്ധാരണം നടത്തുകയും ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരുപക്ഷെ നെഹ്റുവിനെ പോലുള്ളവർ ചില ചായക്കപ്പയിലെ കൊടുങ്കാറ്റുകൾ ചില ബഹളങ്ങളൊക്കെ കൂട്ടിയെന്നതിനപ്പുറത്തേക്ക് സമാജത്തിലൊരു മുറിവും അതുണ്ടാക്കാതെ സോമനാഥത്തിന്റെ വീണ്ടെടുപ്പ് നമുക്ക് സാധിച്ചു. അതുപോലെ ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അയോധ്യയും കാശിയും മധുരയും ആരുടെയും വികാരം വ്രണപ്പെടാതെ നമുക്ക് വീണ്ടും കിട്ടുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ കഴുത്തിൽ നുകം വെച്ചവര്, പടിഞ്ഞാട്ട് നോക്കി നിൽക്കുന്നവര്, അവിടെയാണ് സ്വന്തം വേരുകൾ എന്ന് ചിന്തിക്കുന്നവർ അയോധ്യയും കാശിയും മധുരയും മുറിപ്പെടുത്താൻ വേണ്ടി തന്നെ ബാക്കി വെക്കുകയാണ് ഉണ്ടായത്. 49 ശേഷം നമുക്കറിയാം അവിടെ വിഗ്രഹങ്ങൾ വെച്ച് ആരാധന നടത്തിയത് മുതൽ തീർച്ചയായും നമ്മൾ ആ രാമജന്മഭൂമിയുടേതായ വീണ്ടെടുപ്പിന്റേതായ ഒരു പ്രക്ഷോഭത്തിന്റെ വഴിയിലേക്ക് കടന്നു എന്ന് നമുക്ക് ഒരു 1980-കൾക്കുള്ളിൽ 83-നൊക്കെ ശേഷം എന്ന് തന്നെ പറയാം, ശക്തമായ വിധത്തിൽ അതൊരു പ്രക്ഷോഭമായി മാറുകയായി. ഇത് നമ്മുടെ ഭാരതീയരുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കിയ മാറ്റം, സമാജത്തിൽ ഉണ്ടാക്കിയ മാറ്റം, അത് പ്രത്യേകം പഠനാർഹമാണ് എന്നുള്ളതാണ് സത്യം. പലപ്പോഴും മതേതരത്വം തകർന്നു എന്ന് പറഞ്ഞ് മാത്രം ബഹളം കൂട്ടുന്നവർ, മതേതരത്വം അതിന്റെ മുകളിൽ മകുടങ്ങളിലായിരുന്നു കെട്ടിവെച്ചിരുന്നത് എന്നാണ് പലരുടെയും ധാരണ. ആ മകുടങ്ങൾ നിലംപതിച്ചതോടുകൂടി നമുക്ക് മതേതരത്വം നഷ്ടപ്പെട്ടു എന്ന് നിലവിളിക്കുന്നതിനപ്പുറം ഭാരതീയ സമൂഹത്തിനുണ്ടായ മാറ്റം, അവരുടെ വളർച്ച, അവരുടെ ശാക്തീകരണം, ഇതിനെപ്പറ്റി പലപ്പോഴും ചർച്ച നടന്നില്ല എന്നതാണ് വാസ്തവം. അപ്പൊ നമുക്ക് ചിന്തിക്കാം, ഒരു 100 വർഷത്തിന് മുമ്പ് ഭാരതത്തിലെ നമുക്ക് ഏറ്റവും പരിചിതമായ നമ്മുടെ മലയാളികളുടെ സ്വന്തം മാതൃഭൂമിയാണല്ലോ കേരളം. ഈ കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്നത് ഇവിടെ വന്ന് കണ്ട വിവേകാനന്ദ സ്വാമി ഇതിനെ ഭ്രാന്താലയം എന്ന് പറയേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഉച്ചനീചത്വങ്ങൾ നമ്മൾ അത്രമാത്രം കൊടികുത്തി വാണിരുന്നു. മറ്റേത് സ്ഥലത്തേക്കാൾ കൂടുതൽ അറിവുള്ളവർ ഇവിടെ ഉച്ചനീചത്വം കാണിച്ചിരുന്നു എന്നതാണ് ഏറ്റവും വലിയ അബദ്ധവും അപകടവുമായിരുന്നത്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ മറികടന്നത്? ഒരിക്കലും ആരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ മുകളിലാണ് എന്ന് കരുതപ്പെടുന്ന സമൂഹങ്ങളോട് താഴെയുള്ളവർ ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ തെരുവിലിറങ്ങി ഒരു കലാപം നടത്തിയോ ഒന്നുമല്ല നമ്മൾ ആ നവോത്ഥാനം സാധ്യമാക്കിയത്. മറിച്ച് നമ്മൾ നോക്കിയാൽ അയ്യ വൈകുണ്ഠസ്വാമി ആകട്ടെ, ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, ചട്ടമ്പി സ്വാമിയാകട്ടെ, സദാനന്ദ ഗുരുദേവനാകട്ടെ, ശുഭാനന്ദ ഗുരുദേവനാകട്ടെ, ഒരു നീണ്ട പരമ്പര, അവരെല്ലാം സമന്വയത്തിന്റെ ഭാഷയിലൂടെ ആണ് ആ നവോത്ഥാനം ഇവിടെ സാധ്യമാക്കിയത്. അപ്പോ ഭാരതത്തെ വീണ്ടും മുറിപ്പെടുത്താനും, എന്നും നമ്മൾ അകന്ന് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമനുസരിച്ച് ഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇവിടെയുള്ള ജനങ്ങൾ ഒന്നായാൽ ആ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകും എന്നതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ദേശീയ ജനതയെ പല പല പേരുകളിൽ വിഭജിച്ച് നിർത്തേണ്ടത് പലരുടെയും ആവശ്യമായിരുന്നു. അവിടെയാണ് ദളിതനും സവർണനും അവർണനും എന്ന വാക്കുകൾക്കെടുത്ത് സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കുക മാത്രമല്ല, എവിടെയെല്ലാം അവരെ അടിച്ചു പിരിക്കാൻ കഴിയുമോ അവിടെയെല്ലാം അടിച്ചു പിരിക്കാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോയി. നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ ഉണ്ടായ മതം മാറ്റം, അതിന് പിന്നിൽ വൈദേശിക കരങ്ങളുണ്ടെന്നും പണമുണ്ടെന്നും ഭീകര പ്രവർത്തനമാണെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ അതിനെ അയിത്തത്തിന്റെ കൊണ്ടുപോയിട്ട് ഉന്നത സമൂഹം അയിത്തം കാണിച്ചത് കൊണ്ടാണ് മീനാക്ഷിപുരത്ത് മതം മാറേണ്ടി വന്നത് എന്നും അപ്പോഴും വീണ്ടും അയിത്തത്തിലേക്ക് ചർച്ച കൊണ്ടുപോകുക. കാരണം ആ അയിത്തത്തിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നത് സമാജത്തെ ഭിന്നിപ്പിച്ച് നിർത്തണം എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഒരു ഐക്യന്റെ പേരിൽ ഒന്നിക്കുകയാണ്. അത് ശ്രീരാമനാണ്. മര്യാദ പുരുഷോത്തമനായ ധർമ്മ വിഗ്രഹമായ ശ്രീരാമന്റെ പേരിൽ നമ്മൾ ഒന്നിക്കുകയാണ്. ആ ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭം കേവലം അതിന്റെ സ്ഥലം വീണ്ടെടുക്കൽ, ആ സ്ഥലം നമ്മുടേതാക്കി മാറ്റുകയും അവിടെ ഒരു ക്ഷേത്രം ഉയർത്തുകയും മാത്രമല്ല, നമ്മുടെ സമാജത്തിന്റെ നിർമ്മിതി കൂടിയായിരുന്നു. ജാതിയുടെ പേരിൽ തമ്മിൽ തല്ലി പിരിയാതെ, പ്രദേശങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലി പിരിയാതെ നമ്മളെ ഏകോപിപ്പിക്കാൻ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് സാധിച്ചു എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ശങ്കരാചാര്യർ എങ്ങനെയാണ് ഭാരതത്തിന്റെ ദേശീയോദ്ഗ്രഥനം നടപ്പിലാക്കിയത്? ദേശീയോദ്ഗ്രഥനം എന്ന് വായിക്ക് 4 ഒരു പക്ഷെ അന്ന് ആ പദം ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയില്ല. അപ്പൊ അത്തരത്തിൽ പ്രസംഗം നടത്തിയൊന്നും അല്ല
ശങ്കരാചാര്യർ ദേശീയോദ്ഗ്രഥനം സാധ്യമാക്കിയത്. പകരം അതിന് വളരെ ഭാവാത്മകമായ നടപടികളാണ് ശങ്കരാചാര്യരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് 4 മഠങ്ങൾ സ്ഥാപിക്കുന്നതാണെങ്കിലും ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തുകയും ആചാരങ്ങളിലൂടെ തെക്കിനെയും വടക്കിനെയും ഒക്കെ ഒന്നിപ്പിച്ചുകൊണ്ട്, അപ്പോ ഇതെന്നും ഒരു രാഷ്ട്രമായി നിൽക്കണം എന്നുള്ളതിന് ശങ്കരാചാര്യർക്ക് അത് സാധിച്ചു. പ്രസംഗത്തിലൂടെ അല്ലാതെ, നിയമത്തിലൂടെ അല്ലാതെ. ഭരണം ഉണ്ടായിരുന്നില്ല ശങ്കരാചാര്യർക്ക്. അപ്പോ ഭരണാധികാരികൾ പലപ്പോഴും ഒന്നിപ്പിക്കാറുണ്ട്, ഇത് ഭരണം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഒന്നിപ്പിക്കാൻ സാധിച്ചത് ഭാവാത്മകമായ ചില നടപടികളിലൂടെയാണ്, ആചാരങ്ങളിലൂടെ, വിശ്വാസങ്ങളിലൂടെയാണ് ഇത് സാധിച്ചത്. ഇതുപോലെ തന്നെ ഭാരതത്തിന്റെ ദേശീയ ജനതയെ പലതാക്കി മാറ്റുമായിരുന്നത്, പല പല തട്ടുകളിലേക്ക് വേർതിരിച്ചുകൊണ്ട് വീണ്ടും ഒരു പക്ഷേ ജാതീയ കലാപങ്ങൾ പോലും നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചവർക്ക് കൊടുത്ത ഏറ്റവും, അല്ലെങ്കിൽ കിട്ടിയ ഏറ്റവും നല്ല അടിയാണ് ഭാരതത്തിന്റെ സ്വത്വം തന്നെയായ ശ്രീരാമന്റെ പേരിൽ തെക്കും വടക്കും ഭേദമില്ലാതെ, അതായത് മറ്റേ തെക്കിനെ മുറിച്ചു മാറ്റാൻ ഇപ്പോഴും നടക്കുന്ന ശ്രമങ്ങൾ നമുക്കറിയാം. ഡിവൈഡിങ് സൗത്ത്, കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗത്തിനെ മുറിച്ചു മാറ്റാൻ നടക്കുന്ന പരിശ്രമങ്ങൾക്കുള്ള ഉത്തരമാണെങ്കിലും, ജാതീയമായി അകറ്റാനുള്ള പരിശ്രമമാണെങ്കിലും, ഭാഷാപരമായി ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമമാണെങ്കിലും, ഇതിനെല്ലാം ഇതിനെയെല്ലാം മറികടക്കാൻ നമുക്ക് സാധിച്ചത് തെക്കും വടക്കും ഒരുമിച്ച് നടത്തിയ, എല്ലാ ജാതിക്കാരും ഒരുമിച്ച് നടത്തിയ ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭമാണ്. രാമശില പൂജിച്ച്, ഓരോ ഭാഗത്തു നിന്നും രാമശില പൂജിച്ച് കൊണ്ടുപോകുമ്പോൾ, അതിൽ നിന്ന് ഗംഗാജലം ഏറ്റുവാങ്ങുമ്പോൾ ആ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നമ്മളിൽ അലിഞ്ഞു പോവുകയായിരുന്നു. പോരടിക്കാനുള്ള മനസ്സ് നമുക്ക് നഷ്ടപ്പെടുകയായിരുന്നു. നമ്മൾ ഒന്നാവുകയായിരുന്നു. നമ്മൾ അറിയാതെ, രാമനെ നയിക്കേണ്ട പേരിൽ നമ്മൾ അറിയാതെ ഭാരതം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. എല്ലാ അർത്ഥത്തിലും ആ ഒരു ദേശീയ വികാരം ഉജ്ജ്വലിക്കാൻ, ദേശീയത, കാരണം അത് കേവലം നിയമത്തിലൂടെ ഉണ്ടാക്കാൻ കഴിയുന്നതല്ല, നമുക്കറിയാം, അത് മനസ്സിന്റെ ഒരു വികാരമാണ്. അപ്പൊ ആ ദേശീയ ബോധമാണെങ്കിലും ആ രാമജന്മവും എല്ലാവരുടെയും ഒരു വികാരമായി മാറി. ഏതുപോലെയാണ് നമ്മൾ ചിന്തിക്കൂ, വൈദിക കാലഘട്ടം മുതൽ ഗംഗ ഒരു വികാരമാണ്. എങ്ങനെയാണിത് ഒരു ഭരണത്തിന് കീഴിലല്ലാതെ, ഒരു നിയമമില്ലാതെ ഭാരതം എങ്ങനെയാണ് ഒന്നിച്ചു നിർത്തത്? അല്ല, ഭാരതത്തിന്റെ എല്ലാ കോണിലുള്ളവർക്കും ഗംഗയിലൊന്ന് മുങ്ങുക എന്നുള്ളത് എന്നും അവരുടെ ഉള്ളിലുള്ള ഒരു വലിയ വികാരമാണ്, ഒരു ആഗ്രഹമാണ്. ഇത് ഒന്നും അറിയാത്തവരല്ല അത്തരത്തിലുള്ള ചില ആചാരങ്ങളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോ അന്ന് ആചാരങ്ങളിലൂടെ നമ്മൾ എങ്ങനെയാണോ നിയമമില്ലാതെ, ഭരണമില്ലാതെ ഒരു രാഷ്ട്രമായി മാറിയത്, അതേ തലത്തിൽ തന്നെ ശ്രീരാമചന്ദ്ര പ്രഭു നമ്മളെ ഒന്നിപ്പിക്കുകയായിരുന്നു. അപ്പൊ രാമജന്മഭൂമി പ്രക്ഷോഭം ആർക്കും എതിരെയായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആർക്കും എതിരെയല്ല. കാരണം മുസ്ലിം സമൂഹത്തിന് അവിടെ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും ഇല്ല. അവർക്ക് അയോധ്യയിലെ മുസ്ലിങ്ങൾക്ക് അവിടെ ഒരു പള്ളി വേണമെന്ന ആവശ്യമോ, അവരതിൽ നമാസ് നടത്തണമെന്ന് ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങേ അറ്റത്ത് തെക്കേ അറ്റത്ത് കേരളത്തിൽ വരെ കാണുകയില്ല ബാബറി, ഇനി കേൾക്കുകയില്ല ബാങ്കോലി എന്നൊക്കെ 2ാം ക്ലാസ്സിലെ കുട്ടിയെ കൊണ്ട് പോലും മാപ്പിളപ്പാട്ട് പാടിക്കുന്നു. ഇപ്പോഴും മുഴുവൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിച്ചതിന് ശേഷവും അയാം ബാബറി എന്ന് നെഞ്ചിൽ ചാപ്പ കുത്തുന്ന സമ്പ്രദായമൊക്കെ കേരളത്തിൽ കാണുന്നു. പക്ഷെ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് അവിടെ ആരാധന നടത്തണമെന്നോ, അതല്ലെങ്കിൽ അത് അവരുടേതാണെന്നോ ഒരിക്കലും ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല എന്നത് സത്യമാണ്. അതിന്റെ പേരിൽ ഒരു ബഹളത്തിന് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ ഇത് മുസ്ലിങ്ങൾക്കെതിരായ ഒരു പ്രക്ഷോഭമായിരുന്നില്ല. സോമനാഥും ഒരിക്കലും മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇതും സാധിക്കുമായിരുന്നു. അപ്പൊ ഇവിടെ മുസ്ലിങ്ങൾക്കെതിരായല്ല, മറിച്ച് ഈ ദേശത്തെ ഒന്നിപ്പിക്കാൻ, ദേശീയത വളർത്തിയെടുക്കാൻ, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, അതുപോലെ തന്നെ എല്ലാ വിഭാഗീയതയും മറന്നു നമ്മൾ ഒന്നിച്ചു നിൽക്കാൻ, ഇതിനൊക്കെ നമ്മളെ പ്രേരിപ്പിച്ചത് രാമജന്മഭൂമി പ്രക്ഷോഭമാണ് എന്ന് നിസ്സംശയം. നമുക്ക് അതിന് എത്രയെത്ര നൂറുകണക്കിന് തെളിവുകൾ, സമയത്തിന്റെ പരിമിതി മൂലം തെളിവുകളിലേക്ക് കിടക്കുന്നില്ല, നൂറുകണക്കിന് തെളിവുകൾ നമുക്ക് ദൃശ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മളിൽ ഉണ്ടായിരുന്ന അപകർഷതാബോധവും അടിമ മനോഭാവവും മാറുകയായിരുന്നു. അത് വരെ എന്ത് തന്നെയായാലും നമുക്ക് പ്രതികരിക്കാൻ ഒരു മടിയായിരുന്നു. ഇതൊക്കെ നമ്മുടെ വിധികൽപ്പിത, പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പാരതന്ത്ര്യം അല്ലെങ്കിൽ ഈ അടിമത്വം നമുക്ക് വിധികൽപ്പിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തന്നെ പറഞ്ഞാലും എഴുതിയാലും ചെയ്താലും പ്രതികരിക്കാത്ത ഒരു ജനതയായി നമ്മൾ പലപ്പോഴും നിന്നുപോയി. പലപ്പോഴും പുകഴ്ത്തുന്ന ദില്ലീശ്വരവ ജഗദീശ്വരവ എന്നൊക്കെ എഴുതുന്ന കവികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മുഗൾ ഭരണാധികാരികളെയും സുൽത്താൻമാരെയും ഒക്കെ പാടി പുകഴ്ത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ വരെ നിന്നു. പക്ഷെ പതിയെ പതിയെ രാമജന്മഭൂമിയുടെ പേരിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് നമ്മൾ ശ്രമിച്ചപ്പോൾ നമ്മൾ മാറുകയായിരുന്നു. 1800കളുടെ അവസാനത്തിലാണ് രാമജന്മഭൂമിയുടെ സ്ഥലത്തിന് വേണ്ടി സിവിൽ കേസുമായി പോകുന്നുണ്ട്.
അപ്പോൾ നമ്മൾ അതിനൊക്കെ ശേഷം കാണുന്നത് സീതാദേവിയെ അപമാനിച്ചുകൊണ്ട്, സീതാദേവിയെ അപഹസിച്ചുകൊണ്ട് ഉറുദുവില് ഒരു ലഘുലേഖ ഇറങ്ങിയ സമയത്ത് ഒരു മടിയും കൂടാതെ നമ്മൾ അതിന് തക്ക പ്രത്യുത്തരം കൊടുത്തുകൊണ്ട് രംഗീല, അതായത് മുഹമ്മദ് നബിയുടെ ഇപ്പോൾ പുല്ല് ചൗറുമാരി എല്ലാവരും ചർച്ച ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മറ്റേ 6 വയസ്സുകാരിയെ വിവാഹം കഴിച്ചു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന വിധത്തിൽ ആ ഒരു രംഗീല എഴുതി വെക്കാൻ യാതൊരു ബുദ്ധിമുട്ടും അത് എഴുതാനും പ്രചരിപ്പിക്കാനും ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചു. എന്നിരുന്നാലും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഭാരതം ഉണർന്നു വരികയായിരുന്നു. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അപ്പൊ പലപ്പോഴും ഒരു പക്ഷേ 921 കേരളം മാപ്പിള ലഹളയ്ക്ക് പ്രതികരിച്ചില്ല എങ്കിലും അതുപോലെ ആയിരുന്നില്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും. കാരണം അവർക്ക് പ്രതികരിക്കാവുന്ന ഒരു മാനസികാവസ്ഥ പലപ്പോഴും ഈ രാമജന്മഭൂമിയുടെ പേരിൽ അല്ലെങ്കിൽ അതിന്റെ പേരിൽ കേസ് പോവുകയും അല്ലെങ്കിൽ ബഹളം കൂടുകയും ഒക്കെ ചെയ്യുന്ന നമ്മളൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയില് അത്തരത്തിൽ സ്വത്വം ഉയർത്തിപ്പിടിക്കാൻ, നട്ടെല്ല് നിവർത്തി നിൽക്കാൻ പലപ്പോഴും നമുക്ക് അത് മുതൽ സാധിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. ആ മാറ്റം ഇങ്ങേയറ്റത്ത് കേരളം, നമുക്കറിയാം ബാബറി എന്ന് ഇപ്പോഴും ചാപ്പ കുത്തുന്ന കേരളത്തിൽ പോലും ആ ഒരു ഹിന്ദു നവോത്ഥാനം സംഭവിച്ചിട്ടുണ്ട്. അത് ജാതീയമായ വിശദീകരണങ്ങൾ നമ്മുടെ ആചാര്യന്മാരുടെയും സംഘടനകളുടെയും ഒക്കെ ശ്രമഫലമായി മാറിയിട്ടുണ്ട്. പക്ഷെ അതിനും അപ്പുറത്ത് ഇവിടുത്തെ ഹിന്ദുക്കൾ ഞങ്ങൾ അടിമകളാണ് എന്ന് ഏറ്റവും അവസാനം വരെ അല്ലെങ്കിൽ ദീർഘകാലം ചിന്തിച്ചത്, ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ആ നുകം പോയിട്ടും ആ നുകം കഴുത്തിൽ വെച്ച് നിന്നിരുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ഹിന്ദുക്കൾ. അവിടുത്തെ വരെ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, ഒരു പക്ഷേ നിലയ്ക്കൽ പ്രക്ഷോഭം മുതൽ നമ്മൾ ഇങ്ങോട്ട് ചിന്തിച്ചാൽ നമ്മളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം പ്രകടമാണ്, നമുക്ക് തൊട്ടറിയാവുന്നതാണ്. ഓരോ നാട്ടിലും നമുക്കത് ചിന്തിക്കാം. അപ്പൊ ഞാനൊക്കെ വളർന്ന നാട്ടില്, ജനിച്ച നാടിതല്ല, വളർന്ന നാട്ടില് എനിക്കറിയാം തകർന്നു കിടക്കുന്ന ഒരു തളി, മറ്റേ 18 തളിയിൽപ്പെട്ട തളിയാണ്. തകർന്നു കിടക്കുന്ന ക്ഷേത്രം, ശിവലിംഗം തന്നെ 3 കഷ്ണമാണ്. ഇതൊക്കെയാണ് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിരിക്കുന്നത്. അതിന്റെ സാമാന്യം വലിയ അമ്പലക്കുളമുണ്ട്. ഈ അമ്പലക്കുളത്തിന്റെയും ക്ഷേത്രത്തിന്റെയും കല്ലുകൾ വരെ പൊളിച്ചു കൊണ്ടുപോയി വ്യക്തികൾ, പലപ്പോഴും ഹിന്ദുക്കൾ തന്നെയാണ്, അല്ലാത്തവരുണ്ട്, വ്യക്തികൾ സ്വന്തം ആവശ്യത്തിന് അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷെ മുഗള ഭരണാധികാരികളോ സുൽത്താൻമാരോ ഒക്കെ ചെയ്തിരുന്നത് പോലെ തന്നെ ക്ഷേത്രത്തിലെയും കുളത്തിലെയും കല്ല് നമ്മുടെ കൺമുന്നിലൂടെ കൊണ്ടുപോയി അവനവന്റെ ആവശ്യങ്ങൾക്ക് പണിക്കാരെയൊക്കെ കൊണ്ടുവന്ന് എടുപ്പിച്ച് കൊണ്ടുപോയിരുന്ന അവസ്ഥ. കുളത്തിന്റെ പടവ് മുഴുവൻ പോയിരുന്നു. പലപ്പോഴും തിരുവാതിര കുളിക്കാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ പോലും കുളത്തിനകത്ത് ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥ. കാരണം തലേ ദിവസം തൊട്ടടുത്ത പാടശേഖരങ്ങളിലേക്ക് അമ്പലക്കുളത്തിലെ വെള്ളം അടിച്ചിട്ടുണ്ടാവും. പലപ്പോഴും വെള്ളത്തിൽ നഞ്ച് കലക്കി മീൻ പിടിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ കുളിക്കാൻ ചെല്ലുമ്പോൾ കുളിക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ ഒരു 1 അരയോ 2 അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ BJPക്ക് അതിന് ശേഷം പതിറ്റാണ്ടുകളായിട്ട് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. രാഷ്ട്രീയമായ ഒരു വിജയം ഒരു പക്ഷെ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഇന്ന് അത്തരത്തിൽ അമ്പലക്കുളത്തിലേക്ക് വരില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. തൊട്ടടുത്തുള്ള പാടശേഖരങ്ങളിലേക്ക് തിരുവാതിര സമയത്ത് പോലും വെള്ളം അടിക്കുകയും മീൻ പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്ന അത്തരം പാടത്ത് നിന്ന് ഒരാൾ കഴിഞ്ഞ ദിവസം, എന്റെ മകനടക്കം അമ്പലത്തിന്റെ ഭരണസമിതിയിലുള്ള ആളാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, ക്ഷേത്രത്തിലെ വളർത്തുന്ന ഒരു മരത്തിന്റെ കൊമ്പ് പാടത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ട്രാക്ടർ പൂട്ടുമ്പോ അതിന്റെ മേല് തട്ടുകയാണ്, അതൊന്ന് മുറിച്ചു തരൂ. അപ്പൊ അവര് മുറിക്കുന്നില്ല. ട്രാക്ടർ പൂട്ടുമ്പോൾ ട്രാക്ടർമ ഒരു തട്ടുന്ന ഒരു മരക്കൊമ്പ് പോലും അവരിന്ന് മുറിക്കാൻ ഭയക്കുന്ന ഒരവസ്ഥയില് അത് വന്ന് ക്ഷേത്രത്തിന്റെ ഭരണസമിതിയോട് ചോദിക്കുകയും ഞങ്ങൾ മുറിച്ചോട്ടെ, അല്ലെ നിങ്ങൾ മുറിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ ഹിന്ദുവിന്റെ നട്ടൽ ഉയർന്നിട്ട് തന്നെയാണ്. രാഷ്ട്രീയമായ വിജയം വെച്ച് കണക്കാക്കരുത് നമ്മൾ ആ കാര്യത്തില്. അപ്പൊ ആസേതു ഹിമാചലം എവിടെയാണെങ്കിലും, അത് കാശ്മീരിലാണെങ്കിലും കന്യാകുമാരിയിലാണെങ്കിലും ആ ഒരു ഉണർവ് സംഭവിച്ചിട്ടുണ്ട്. നമ്മള് അടിമകളല്ല എന്നുള്ള ആ ഒരു ബോധം, നമ്മുടെ സ്വത്വ ബോധം ഉണർന്നിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ തക്ക പ്രത്യുത്തരം കൊടുക്കാൻ നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് വിഗ്രഹത്തിൽ തുപ്പുന്ന വെളിച്ചപ്പാടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകാം. ഇന്ന് രണ്ടാമതൊന്ന് ആലോചിക്കും അത്തരത്തിലൊക്കെ വരുമ്പോൾ. അഥവാ വന്നാൽ തന്നെ അത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില സിനിമകളിലെ ചില പരാമർശമൊക്കെ ആയി മാറുന്നതിനപ്പുറത്തേക്ക് കാര്യമായി വേദനിപ്പിച്ചാൽ അതിന് തക്ക മറുപടി കിട്ടും എന്നുള്ളിടത്തേക്ക് ഇന്ന് ഇവിടെ പോലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് രാമജന്മഭൂമി പ്രക്ഷോഭം ഉണർത്തിവിട്ടിട്ടുള്ള സാമൂഹിക മാറ്റത്തിന്റെ ഫലം തന്നെയാണ്. ഇത് കേവലം നമ്മുടെ നട്ടെല്ല് നിവർത്തി പിടിച്ചതിൽ മാത്രമല്ല, ഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെ അതിലൂടെയല്ലേ സാധിച്ചത്. ആലോചിക്കൂ. 47 മുതൽ നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ തന്നെ 47 ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ നമ്മളെ വെളുത്ത സായിപ്പന്മാർ ഭരിക്കുകയും 47 ഇപ്പുറം കറുത്ത സായിപ്പന്മാർ ഭരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായ തന്ത്രമാണ്, അവനവന്റേതായ തന്ത്രമാണ്. പക്ഷേ നമുക്കതുണ്ടായില്ല. എന്തുകൊണ്ട്? ആ ദേശീയ ബോധം അവരിൽ ഉണ്ടായിരുന്നു. എന്നാൽ 2014 ഇതിനിടയിൽ ഇടക്കാലത്ത് നമുക്കറിയാം ഒരു ഉണർവൊക്കെ ഉണ്ടായെങ്കിലും അത് സ്ഥായിയായി നിലനിർത്താൻ കഴിഞ്ഞില്ല. 2014 ഭാരതം ശരിക്കു പറഞ്ഞാൽ ഒരു മാറ്റത്തിന്റെ പാതയിലാണ്.
നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പോഴാണ് എന്ന് പറയേണ്ടി വരും. കാരണം സ്വന്തമായ തന്ത്രത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അത് സാമ്പത്തികമായ നയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ മറ്റെല്ലാ ഏത് രംഗമെടുത്താലും അവിടെയെല്ലാം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അത്യുത്സാഹത്തോടു കൂടി ഭാരതം മുന്നോട്ട് പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഒരു രാഷ്ട്രീയ മാറ്റം എങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്? അത് രാമജന്മഭൂമി പ്രക്ഷോഭം ഉണർത്തിവിട്ട ഉണർവ് തന്നെയാണ്. സന്യാസി ശ്രേഷ്ഠന്മാരാണ്, നമുക്കറിയാം 2014 ഭാരതത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്നുള്ള തീരുമാനമെടുക്കുന്നത് കുംഭമേളയിലാണ്. സന്യാസി ശ്രേഷ്ഠന്മാരാണ്. അവരുടെ ആ തീരുമാനമാണ് 2014 തൊട്ട് നടപ്പിലായത് എന്ന് നമുക്കറിയാം. കാരണം അത്രയും നിവൃത്തികെട്ടൊരു സാഹചര്യത്തിലേക്ക് ഭാരതത്തെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ഒരു ഉണർവ് ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന വിധത്തിലേക്ക് ഭാരതം മാറി. പണ്ട് ലോകരാജ്യങ്ങളോടൊപ്പം നമ്മൾ പലതും പിന്നാലെ നടന്ന് യാചിച്ച് പറയേണ്ടുന്ന അവസ്ഥ. നമ്മള് മറ്റേ ഉപദേശകനെ പോലെ റോട്ടിലൊക്കെ നിന്ന് ഉപദേശികൾ പ്രസംഗിക്കാറില്ലേ? ഉപദേശി പറയുക എന്നല്ലാതെ ആരും കേൾക്കണില്ലല്ലോ. സുവിശേഷകന്മാര് റോട്ടിൽ നിന്ന് പറയുന്ന പോലെ ഭാരതം ലോകത്തെ എന്തുണ്ടാകുമ്പോഴും എവിടെയും കയറി അഭിപ്രായം പറയുകയും പക്ഷെ ആരും ശ്രദ്ധിക്കാതെ നമുക്ക് വേണ്ടത്ര വില തരാതെ പോയിരുന്ന ഒരൊക്കെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇന്ന് ലോകം ഭാരതത്തെ ശ്രദ്ധിക്കുന്നു. ഭാരതത്തിന്റെ വാക്കുകൾക്ക് വിലയുണ്ട്. ഭാരതം ശക്തന്റെ വാക്കുകളെ ലോകം ശ്രദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ശക്തി നമുക്കുന്നുണ്ട്. ലോകത്തെ എല്ലാ ഭരണാധികാരികളും നമ്മളെ അംഗീകരിക്കുന്നു. ഏതൊരു പ്രശ്നം വരുമ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്നു. ഈ ഒരു മാറ്റം ഉണ്ടാക്കിയത് നമ്മുടെ ദേശീയതയുടെ ഉണർവ് കൊണ്ട് തന്നെ. ആ ഉണർവാണ് രാഷ്ട്രീയ രംഗത്ത് പ്രതിഫലിച്ചത്. രാഷ്ട്രീയ രംഗത്ത് പ്രതിഫലിച്ചപ്പോൾ ഭാരതത്തിന്റെ ദേശീയ ബോധം, രാമനെ മനസ്സിലാക്കുന്ന, രാമരാജ്യം എന്താണെന്നറിയുന്ന ഭരണാധികാരികൾ ഉണ്ടായി. ശ്രീരാമ ജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഒരമ്പലം ഉണ്ടാകുന്നു എന്നല്ല നമ്മൾ ആരും ആഗ്രഹിക്കുന്നത്. അത് രാമരാജ്യത്തിന്റെ തന്നെ വീണ്ടെടുപ്പാണ്. ഒരു ഭേദഭാവവും ഇല്ലാത്തൊരു രാഷ്ട്രം. അത് ജാതിയുടെ ആകാം, മതത്തിന്റെ ആകാം, പ്രദേശത്തിന്റെ ആകാം, ഒന്നിന്റെയും ഭേദഭാവങ്ങളില്ലാത്ത ഒരു രാഷ്ട്രത്തിൽ ഉയർത്തെഴുന്നേൽപ്പ്. സാമ്പത്തികമായി ഒരിക്കലും ആരുടെ മുന്നിലും പിച്ചച്ചട്ടിയുമായി പോകേണ്ടുന്ന അവസ്ഥ വരാതെ ലോകത്തിന്റെ നെറുകയിലേക്ക് കയറുന്ന രാമരാജ്യം ഏതിനും മാതൃകയായിരുന്നു. ആ സാമ്പത്തികമായി, ശാസ്ത്രീയമായി, വ്യാവസായികമായി എല്ലാ രംഗത്തും ലോകത്തിന്റെ നെറുകയിലേക്കുള്ള പ്രയാണത്തിന് കൂടിയാണ് അവിടെ നമ്മൾ പ്രാണൻ നൽകുന്നത്. 10 വർഷത്തെ ആ അടിത്തറ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ശരിക്കും രാമരാജ്യത്തിലേക്ക്, ശ്രീരാമ പട്ടാഭിഷേകം തന്നെയാണ് നടക്കുന്നത്. ശ്രീരാമ പട്ടാഭിഷേകം നടന്നാൽ രാമരാജ്യമാണ്. അപ്പൊ ആ ഉണർവ് എല്ലാ രംഗങ്ങളിലും പ്രത്യക്ഷമാകുക, എല്ലാ മനസ്സുകളിലും ആ മാറ്റം വരികയാണ്. രാമജന്മഭൂമി പ്രക്ഷോഭ സമയത്തും ഒരു പക്ഷേ അയോധ്യയിലെ തർക്കമന്ദിരം തകരുന്ന സമയത്തും തകർക്കുന്ന സമയത്തും അതിനുശേഷവും ഒക്കെ അതിനെപ്പറ്റി കരയുകയും പേർത്തും മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ കുത്തി നോവിപ്പിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും വരെ ഇന്ന് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശ്രീരാമക്ഷേത്രത്തെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പൊ പ്രാണപ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നേതാക്കളെയൊക്കെ ചിന്തിക്കൂ, ആർക്കും തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. കെജ്രിവാൾ പറയുന്നു എനിക്ക് കുടുംബവുമായി പോകണം, അതിനുള്ള ക്ഷണം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല. പകരം അവിടെ സുന്ദരകാന്ഡം വായിക്കും അത്ര. അവര് ഡൽഹിയിലെ പരിസര പ്രദേശങ്ങളിൽ സുന്ദരകാന്ഡം വായിക്കും. സുന്ദരകാന്ഡം ഭക്തന്റെ കടമയാണല്ലോ. ഹനുമാൻ എന്ന ഭക്തനും അത്തരം കാര്യങ്ങളാണല്ലോ സുന്ദരകാന്ഡത്തിൽ. അപ്പോ ശരിക്കും രാമജന്മഭൂമി പ്രക്ഷോഭത്തിലെ ഹനുമാന്മാരാണ് ഞങ്ങള് എന്നുള്ള ആ ഒരു തോന്നലിൽ തന്നെയായിരിക്കും അവർ സുന്ദരകാന്ഡം വായിക്കുന്നു എന്ന് പറയുന്നു. മമത കാളിഘട്ടി പോകുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തും അവരെല്ലാം ഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ തിരിയുന്നു. കാരണം ആർക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. ഭാരതത്തിന്റെ മനസ്സ് മാറിക്കഴിഞ്ഞു. ഇനി രാമജന്മഭൂമിക്ക് എതിർത്ത് നിന്നാൽ, രാമനെ മറിച്ചു പറഞ്ഞാൽ ഈ മണ്ണിൽ അവർക്ക് ഒരു തരത്തിലും പിന്നീട് രാഷ്ട്രീയമായൊരു മുന്നേറ്റം സാധ്യമല്ല എന്ന നിലയിലേക്ക് ഭാരതത്തിന്റെ അസ്വത്വം ഉണർന്നു കഴിഞ്ഞു. ഇതൊരു വലിയ മാറ്റമാണ്. എല്ലാ രംഗങ്ങളിലും ആ മാറ്റം പ്രകടമാകുന്നത് പോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും വളരെ പ്രകടമായി തന്നെ ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠയ്ക്ക് തയ്യാറാകുമ്പോഴേ ഈ മാറ്റമെങ്കിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞാൽ എന്തായിരിക്കും? അയോധ്യയിലേക്ക് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ വരുമ്പോൾ അയോധ്യയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പൂർണ്ണമാകും. നമ്മളെ 1000 വർഷത്തെ വൈദേശിക അടിമത്തം നമുക്കുണ്ടായിട്ടുണ്ട്. അത് പേർഷ്യക്കാരാകാം, അല്ലെ, മറ്റാരുമാകാം. ഏറ്റവും അവസാനം യൂറോപ്യന്മാരെ വരെ 1000 വർഷത്തെ വൈദേശിക അടിമത്തം, ആ അടിമത്തത്തിന് അറുതി വരുത്തിക്കൊണ്ട് മാനസികമായി പോലും നമ്മൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ ഇന്ന് രാഷ്ട്രത്തോട് കൂറുള്ള, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു വലിയ മാറ്റം എല്ലാ രംഗങ്ങളിലും പ്രകടമാണ്. അത് ആ മാറ്റത്തിൽ നിന്ന് എതിർത്ത് നിൽക്കാൻ അല്ലെങ്കിൽ മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ പോലും
ശരിക്കും പറഞ്ഞാൽ ഒരു ഗംഗാ പ്രവാഹം, അത് വലിയ ശക്തിയിൽ ഒഴുകി വരുന്ന ഒരു ഗംഗാ പ്രവാഹം, മറിച്ച് പോകണം എന്നുള്ളതിനെ കൂടി എല്ലാം ഒരുമിച്ച് ഒഴുക്കി കൊണ്ടുവരുന്ന ഒരു ഗംഗാ പ്രവാഹം പോലെയാണ് രാമജന്മഭൂമി പ്രക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഞാൻ ആദ്യത്തെ പറഞ്ഞ ഹിന്ദു ഐക്യം എന്ന നമ്മുടെ ആ എല്ലാ ഭേദഭാവങ്ങളും മറന്നുകൊണ്ട് നമ്മളെ ഒന്നിപ്പിക്കുന്നതിൽ രാമൻ വഹിച്ച പങ്ക് നിസ്സാരമല്ല. ഇപ്പോഴും പലതരത്തിലും നമ്മളെ അകറ്റാൻ അവർണനെന്നും സവർണനെന്നും ദളിതനെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സംവരണത്തിന്റെ വിഷയമാകാം, എന്തിന്റെ വിഷയമാണെങ്കിലും നമ്മളെ തമ്മിൽ അകറ്റുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ പക്ഷം പിടിച്ച് സംസാരിക്കാതെ അല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കാതെ പകരം നമ്മെ ഒന്നിപ്പിക്കാൻ സാധിക്കുന്നത് രാമനാണ് എന്ന ബോധത്തോടു കൂടി തന്നെയാണ് ഇപ്പോ നമ്മുടെ സമുദായ സംഘടനകൾ പോലും ആ ബോധം ഉൾക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റം എല്ലാ സമുദായ സംഘടനകളും പ്രത്യക്ഷമാണ്. ഇപ്പോ എനിക്കറിയാം, ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ ചുമതലയിൽ വന്നത് മുതൽ വിവിധ സാമുദായിക സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ഒരു 10-50ലധികം സാമുദായിക സംഘടനകൾ അവരുടെ പരിപാടിക്ക് നമ്മളെ വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ വിളിച്ചാൽ വരുന്നവർ അതിൽ കൂടുതൽ ധാരാളമുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഹിന്ദു ഐക്യവേദിയുടെ വേദിയിൽ എത്താത്ത സംഘടനകൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അവരുടെ പരിപാടികളിൽ ചെല്ലുമ്പോൾ ഞാൻ ആദ്യകാലത്ത് 2003 മുതൽ എന്ന് തന്നെ പറയാം, മാറാട് പ്രക്ഷോഭത്തിന് ശേഷമാണ്. അപ്പൊ ആദ്യകാലത്ത് അവരുടെ പരിപാടികളിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന, നിർബന്ധമായും അവിടെ കണ്ടിരുന്നത്, അപ്പൊ അത് ഇന്നലെകളിലെ സവർണർ എന്ന് പറയപ്പെടുന്നവരാണെങ്കിൽ അവർ സംവരണം അവർക്കുണ്ടാക്കിയ നഷ്ടത്തെ പറ്റിയും അല്ലെങ്കിൽ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സംവരണത്തിന്റെ അർഹതപ്പെട്ട സമുദായങ്ങളെ നേരിട്ടല്ലാതെ കുറ്റപ്പെടുത്തുന്ന ചില പരാമർശങ്ങളോ അല്ലെങ്കിൽ പ്രസംഗങ്ങളിൽ നിർബന്ധമായി നിഴലിച്ചിരുന്നു. അതുപോലെ തന്നെ സംവരണം ലഭിക്കുന്ന സമുദായങ്ങളാണെങ്കിൽ ഇന്നലെകളിൽ അയിത്തത്തെ പറ്റി പറയുകയും അതിന് കാരണം ഒക്കെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ കാലം മുന്നോട്ട് പോരുമ്പോൾ ഒരു പക്ഷേ ശ്രീരാമ ജന്മഭൂമി ആ പ്രക്ഷോഭത്തിന്റെ ശക്തിയിലേക്ക് കേരളത്തിൽ പോലും ആ മാനസികമായുള്ള മാറ്റം 92 മുതൽ അതിന്റെ ആ മാറ്റങ്ങൾ അലയടിക്കുമ്പോൾ കേരളത്തിലേക്ക് കുറച്ചും കൂടെ സമയം പിടിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് പതിയെ 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 പിന്നീട് അവരുടെ സമുദായ സംഘടനകളുടെ മീറ്റിങ്ങുകളിൽ ഈ പരസ്പരം കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളോ പ്രസംഗങ്ങളോ പലപ്പോഴും കേൾക്കാറില്ല. അങ്ങനെ മാനസികമായി മാറുകയാണ്. ഈ പ്രാണപ്രതിഷ്ഠ തീരുമാനിച്ചപ്പോൾ ചിന്തിക്കൂ, NSSന്റെ പിന്നെ NSSന്റെയും SNDPയുടെയും വിശ്വകർമ്മ സംഘടനകളുടെയും യോഗക്ഷേമ സഭയുടെയും ധീവരസഭയും എല്ലാം 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 പിന്തുണയ്ക്കാത്ത സമുദായ സംഘടനകൾ ഇല്ല എന്ന് തന്നെ പറയും. ചെറുതും വലുതുമായ എല്ലാ സമുദായ സംഘടനകളും, എനിക്ക് തോന്നുന്നു ഒരു സമുദായ സംഘടന പോലും എതിർത്തിട്ടില്ല. ഞങ്ങൾ വിളക്ക് കത്തിക്കില്ല എന്ന് പറയാനോ, അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് രാമനാമം ജപിക്കില്ല എന്ന് പറയാനോ, ഞങ്ങൾക്ക് ഈ പ്രണപ്രതിഷ്ഠയുമായി ബന്ധമില്ല എന്ന് പറയാനോ കേരളത്തിലെ ഒരു സമുദായ സംഘടന പോലും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് എന്റെ അറിവ്. അറിയപ്പെടുന്ന ഒരു സംഘടനയും മുന്നോട്ട് വന്നിട്ടില്ല. അഥവാ ആരെങ്കിലും വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കടലാസ സംഘടനയായിരിക്കും, അത് CPM അതുപോലുള്ളവരോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ, ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ശ്രദ്ധയിൽ, ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ അങ്ങനെ ഒരു സമുദായ സംഘടനയും പറഞ്ഞിട്ടില്ല എങ്കിൽ ഇതൊരു മാറ്റമല്ലേ? കേരളത്തിൽ പോലും പരസ്പരം പോരടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയില്ലാതെ സമുദായ സംഘടനകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രീരാമചന്ദ്രനല്ലേ സാധിച്ചുള്ളൂ? പതിറ്റാണ്ടായി ഹിന്ദു ഐക്യവേദി കാര്യമായി ശ്രമിക്കുന്നു. നമ്മുടെയൊക്കെ വേദിയിൽ വരെ മാനസികമായ മാറ്റം അവരിലേക്ക് വന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കൂ, മറ്റേ ശബരിമല പ്രക്ഷോഭം നടക്കുമ്പോൾ പോലും നവോത്ഥാന മതിലുമായി സഹകരിക്കാൻ പലരും നിർബന്ധിതരായി പോയി. ചില സമുദായ സംഘടനകളോ അല്ലെങ്കിൽ അതിന്റെ നേതാക്കളോ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ശബരിമല പ്രക്ഷോഭത്തിൽ പോലും ഉണ്ടായി. എന്നാലും നമുക്ക് ശബരിമല പ്രക്ഷോഭം വിജയിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷെ ശ്രീരാമന്റെ പേരിൽ ഒന്നിക്കുകയാണ്. ഒരാൾക്കും എതിരഭിപ്രായമില്ല, എല്ലാവരും ഒരേ മനസ്സോട് വരുന്നു. ഇതൊരു സാമൂഹിക മാറ്റമല്ലേ? ഭ്രാന്താലയമെന്ന് വിവേകാനന്ദ സ്വാമി വീക്ഷിച്ച കേരളത്തെ തീർത്ഥാലയമാക്കി മാറ്റി അവിടുന്നും ഇപ്പുറത്തേക്ക്, ആ തീർത്ഥാലയത്തിനും അപ്പുറത്തേക്ക് നമ്മുടെ അസ്തിത്വത്തെ, തീർത്ഥാലയത്തിൽ വന്നു തൊഴുത് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒന്നായി ഉണർന്ന് കേരളത്തിലും ഒരു മാറ്റം സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാകും എന്ന് ശുഭപ്രതീക്ഷ. കേരളം ഭാരതത്തിന്റെ ഭാഗം തന്നെയാണ്. ശങ്കര ഭഗവത്പാദർക്ക് ജന്മം നൽകിയ കേരളത്തിന് ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളിലെ ഉണർവിൽ നിന്ന് വിട്ടുനിൽക്കാനാകില്ല എന്ന സന്ദേശം പകർന്നു തന്നുകൊണ്ട് ഭാരതം മുഴുവനുണ്ടായ ഉണർവ് തീർച്ചയായും സമീപ ഭാവിയിൽ തന്നെ കേരളത്തിലും ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയാണ് ഈ സമുദായ സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ ഈ ശ്രീരാമ ജന്മഭൂമിയുടെ പേരിൽ, പ്രാണപ്രതിഷ്ഠയുടെ പേരിൽ ഒന്നിച്ചു നിൽക്കാൻ, വിളക്ക് കത്തിക്കാനുള്ള ആഹ്വാനം പറയാൻ, രാമനാമം ചൊല്ലണമെന്ന് പറയാൻ, പരിപാടികളിൽ പങ്കെടുക്കണം എന്ന് പറയാൻ കാണിച്ച ആ മനസ്സ്, അത് വലിയൊരു മാറ്റമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊന്നും ഇപ്പൊ ഫോണുകൾക്ക് വിശ്രമമില്ല. കഴിഞ്ഞ ദിവസം ഒരു ശരിക്കും പറഞ്ഞാൽ 1-2 മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ അവിടെ പരിപാടികളിലൊന്നും പോയിട്ടൊന്നും കണ്ടുപരിചയമുള്ള വ്യക്തിയൊന്നുമല്ല. നെറ്റിൽ നിന്നൊക്കെ നമ്പർ എടുത്ത് വിളിക്കുക. അദ്ദേഹത്തിന്റെ വീട് പുനലൂര് ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്നാണ്. അവിടെ വീട്ടിൽ അക്ഷതം കിട്ടിയില്ല. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് കിട്ടണ്ടേ?
കിട്ടിയില്ലെങ്കിൽ അതൊരു വല്ലാത്തൊരവസ്ഥയല്ലേ. ഇങ്ങനെ ഒരു മണിക്കൂറിൽ ഒരു ഫോണെങ്കിലും വരുന്നു, ഇന്നടത്ത് അക്ഷതം കിട്ടിയില്ല, ഇന്നടത്ത് അക്ഷതം കിട്ടിയില്ല. അപ്പൊ ഇത് കാത്തിരിക്കുന്നു. അക്ഷതവുമായി അവിടുത്തെ താൽക്കാലിക ക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം ആയി രാമഭക്തർ എത്തുന്നത് ഞങ്ങളും അതിന്റെ ഭാഗമാണ് എന്ന് കാത്തിരിക്കുന്നു. ഇതൊരു വലിയ മാറ്റമാണ്. രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് മറ്റേ അതിലേക്കുള്ള സമർപ്പണം നടത്തിയതിൽ പങ്കാളിയായ ഒരു കുടുംബം, അത് ഇടതുപക്ഷ ചിന്താഗതിയാണ്. ഹിന്ദു ഐക്യവേദിയുടെ ഒരു സംസ്ഥാന സെക്രട്ടറിയെ വിളിച്ചിട്ട് പറയാ, പണം പിരിക്കാൻ നിങ്ങൾ വന്നല്ലോ, എന്താ അക്ഷതവുമായി വരാത്തത്? അപ്പോ നമ്മുടെ സമയം കഴിഞ്ഞിട്ടില്ല, വരും എന്ന് വന്നപ്പോൾ വിളക്കൊക്കെ കൊളുത്തി വെച്ച് അവര് കാര്യമായി തന്നെ സ്വീകരിക്കും. ഈ ഒരു മാറ്റം, സാമൂഹികമായ ഈ ഒരു മാറ്റം തീർച്ചയായും അത് ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിനും അത് വളർത്തിയെടുക്കാൻ സാധ്യമല്ല. അത് വളർത്തിയെടുക്കാൻ ശ്രീരാമൻ എന്ന ഐക്കണ് മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഇത് നമ്മുടെ ദേശീയതയുടെ കൂടി പ്രതീകമാണ്. കേവലം ഭക്തിയുടെ മാത്രമല്ല, വിഭക്തിയുടെ, യുക്തിയുടെ, അല്ലെ, നമ്മുടെ ശക്തിയുടെ എല്ലാം പ്രതീകമാണ് ശ്രീരാമചന്ദ്രൻ. മര്യാദ പുരുഷോത്തമനായ, നമുക്കറിയാം 10 അവതാരങ്ങളിൽ ധർമ്മവിഗ്രഹമായി നമ്മൾ കാണുന്നത് ശ്രീരാമചന്ദ്രനെയാണ്. നമ്മളോട് ആകാൻ പറയുന്നത് ശ്രീരാമനാകാനാണ് പറയുന്നത്. ഓരോ കുട്ടിയിലെ ഓരോ ആൺകുട്ടിയും ശ്രീരാമനാകണമെന്നും ഓരോ പെൺകുട്ടിയും സീതയാകണമെന്നുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആയിത്തീരേണ്ടത് രാമനാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ദേശീയത, നമ്മുടെ സാമൂഹികമായ മാറ്റം, നമ്മുടെ സാമ്പത്തികമായ ഉണർവ്, നമ്മുടെ മാനസികമായ ഐക്യം, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ ശ്രീരാമൻ എന്ന ഐക്യന് സാധിക്കും എന്നുള്ളതാണ് രാമജന്മഭൂമി പ്രക്ഷോഭം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഒരു പ്രതീക്ഷയുമില്ലാതെ ഓരോ ശിലയും പൂജിച്ച്, ഓരോ ഗ്രാമത്തിൽ നിന്നും ഓരോ ശിലയും പൂജിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാതെ എന്തെങ്കിലും നമുക്ക് അവിടെ ഒരു ശ്രീരാമക്ഷേത്രം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ലാതെ തന്നെയാണ് രാമജന്മഭൂമി പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ എല്ലാവരും എടുത്തു ചാടിയത്. ഇങ്ങനെ ഭവ്യമായൊരു രാമമന്ദിരം പടുത്തുയർത്താൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും അത് സാധ്യമാകും എന്ന് നമ്മുടെയൊക്കെ ആയുസ്സിൽ സാധ്യമാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ വേണ്ട വിധത്തിൽ നമ്മൾ ഒരടി മുന്നോട്ട് വെച്ചാൽ ദൈവം 10 അടി വെച്ച് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകും എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് നമ്മുടെ മന ധനം പൂർണ്ണമായി ആ പ്രക്ഷോഭത്തിലേക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നെ നമ്മോടുകൂടെ വന്നു. ഹനുമാൻ സ്വാമി തന്നെയായിരിക്കാം ഒരുപക്ഷെ ആ തർക്ക കെട്ടിടം തകരുന്നതിലേക്കും അവിടെ ഒരു ഭവ്യമായ രാമമന്ദിരം ഉയർത്തുന്നതിലേക്കും ഒക്കെ വേണ്ടുന്ന ഭക്തരെ നയിച്ചത്, ഭക്തർക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഒക്കെ ഹനുമാൻ സ്വാമി തന്നെയായിരിക്കാം. അപ്പൊ ഭക്തിയുടെ വിഷയത്തിലും നമുക്ക് ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു നാമജപം പോലും മറന്ന ഒരു സമൂഹമായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ ജനത എന്ന് നമുക്കറിയാം. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് ക്ഷേത്രങ്ങളിൽ തിരക്കാണ്, സത്സംഗങ്ങൾ പൂർണ്ണമായി മനസ്സുകൊണ്ട് മാറിയോ എന്നറിയില്ല. എന്നാലും ആദ്യം മാറേണ്ടത് ഇത്തരത്തിൽ പ്രകടമായ ചില മാറ്റങ്ങളാണ് കാണുന്നത്. അതിന്നിവിടെ ഉണ്ട്. സത്സംഗം നടക്കുന്നു, വ്യാപാരത്തിൽ നാരായണീയ സമിതികൾ നടക്കുന്നു, അമ്മമാർക്കിടയില് വലിയൊരു ഉണർവ് എന്ന് തന്നെ പറയാം ഭക്തിയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നിവിടെ യുക്തിവാദികളാണ് എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അവരാരും അത് പരസ്യമായി പറയാത്ത ഒരു സാഹചര്യം പോലും, ഒരു രാഷ്ട്രീയമായി പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാരും ഞങ്ങൾ ഇന്ന് യുക്തിവാദിയാണ് എന്ന് പരസ്യമായി പറയാത്ത വിധത്തിൽ മലയാളിയുടെ മനസ്സടക്കം മാറ്റാൻ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മള് സീരിയലുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ വീട്ടമ്മമാരൊക്കെ സീരിയൽ കാണുന്നവരാണ്. നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണം. അതുകൊണ്ട് വീട്ടമ്മമാർ വലിയ തോതിൽ സീരിയലൊക്കെ കാണുന്നവരാണ്. ആ സീരിയലുകളിൽ വന്ന മാറ്റം നോക്കൂ. ഒരുപക്ഷെ യുക്തിക്ക് പോലും നിരക്കാത്ത വിധത്തിൽ ഭക്തിയെയും ദൈവികമായ ചിഹ്നങ്ങളെയും ദൈവത്തിന്റെ ശക്തിയെയും ഒക്കെ കൊണ്ടുവരുന്ന വിധത്തിലേക്ക്, കാരണം എന്നാലേ കാണാനാണുള്ളൂ എന്നായി മലയാളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക സീരിയലുകളും. എന്റെ അമ്മയൊക്കെ സീരിയലിന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു ലഹരിയായി മാറിയത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ഒക്കെ എല്ലാ സീരിയലിന്റെ അറ്റവും കുറ്റവും ഒക്കെ ഞാനും കാണാറുണ്ട്. എല്ലാ സീരിയലിലും ദൈവം പ്രത്യക്ഷപ്പെടും. എല്ലാ സീരിയലിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ദൈവം പ്രത്യക്ഷപ്പെടാത്ത ഒരു സീരിയലും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ ഇതൊരു മാറ്റമാണ്. ആധ്യാത്മികമായ ഉണർവ് നമ്മളിൽ വരുമ്പോൾ അതിനെ കമേഴ്സ്യലൈസ് ചെയ്യാൻ എല്ലാവരും ഉണ്ടാകും എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പൊ ആ നിലയിൽ ആത്മീയമായ ഒരു ഉണർവും നമ്മളിൽ വരുന്നു. പതിയെ 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 ഗ്രൂപ്പ് വേദാന്തമാണല്ലോ, വേദത്തിലൂടെ വേദാന്തത്തിലേക്കൊക്കെ നമ്മൾ എത്തും. എന്നൊരു പക്ഷെ വേദം പഠിക്കുന്നവരുടെയൊക്കെ എണ്ണം കുറവായിരിക്കാം. അതും കൂടി ഇന്ന് നമുക്ക് പുരാണങ്ങളുടെ തലത്തിലേക്കും ഇതിഹാസങ്ങളുടെ തലത്തിലേക്കും എത്തിയിട്ടുണ്ടെങ്കിൽ നാളെ അത് വേദത്തിലെ ഉപനിഷത്തുകളിലേക്കും വേദങ്ങളിലേക്കും ഒക്കെ ഉയർന്ന് നമ്മുടെ ആത്മീയത ഉണരും, വളരും എന്നുള്ളത് ഉറപ്പാണ്. ഇത് സനാതന ധർമ്മമാണ്. ഒരുപക്ഷെ മലേറിയ പോലെ അല്ലെങ്കിൽ കൊതുക് പോലെ നിർമാർജനം ചെയ്യണം എന്ന് പറയുന്നവരെ തുടച്ചു നീക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആന്തരികമായ കരുത്ത് സനാതന ധർമ്മത്തിനുണ്ട്. കാരണം ഇതൊരിക്കലും നശിക്കില്ല. നശിക്കുന്നു എന്ന തോന്നൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പൊ 500 വർഷത്തിനിപ്പുറം
സനാതനധർമ്മം അതിന്റെ ആ പൂർവാധികം ശക്തിയോടുകൂടി അതിന്റെ പൂർവകാല മഹിമയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയാണ്. വിക്രമാദിത്യനെ പ്രസവിച്ച, ചാണക്യനെ പ്രസവിച്ച, അല്ലെ, അതുപോലെ എല്ലാ രംഗങ്ങളിലും മികവ് കാണിച്ച ഭരണാധികാരികളാകട്ടെ, ശാസ്ത്രജ്ഞന്മാരാകട്ടെ, ഇന്നലെകളിൽ നമുക്ക് പ്രതിഭകൾ എമ്പാടുമുള്ളത്. നമ്മുടെ എണ്ണമറ്റ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ശില്പങ്ങളുടെയും ഒക്കെ തന്നെ ആ ശില്പചാരുത ഇതൊക്കെ നമ്മുടെ ഇന്നലെകളുടെ വൈഭവകാലമാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ നോക്കിയാൽ അറിയാം നമ്മുടെ ഇന്നലെകളിലെ സമ്പത്ത് എങ്ങനെയായിരുന്നു, നമ്മുടെ ശാസ്ത്രബോധം എങ്ങനെയായിരുന്നു, അല്ലെ, നമ്മുടെ ഒരുമ എങ്ങനെയായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ വീണ്ടെടുപ്പിന്റെ പാതയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ രാമജന്മഭൂമിയുടെ പ്രാണപ്രതിഷ്ഠ ആ പ്രക്ഷോഭത്തിന്റെ പൂവണിയിലാണ് എന്ന് പറയാം. ജീവൻ കളഞ്ഞവരുണ്ടാകാം, അല്ലെ, ജീവിതം കളഞ്ഞവരുണ്ടാകാം. ജീവനും ജീവിതവും കളഞ്ഞ് അതിനുവേണ്ടി നിന്നവർക്കൊക്കെ ആനന്ദിക്കാവുന്ന, ഒരു പക്ഷെ വേണമെങ്കിൽ അർമാദിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. 8 മണി വരെയാണ് ക്ലോക്ക് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് 8 മണിക്ക് അപ്പുറം പോകുന്നതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാം, അത് സംശയത്തിന് നിവർത്തി വരുത്താം എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ പോകുന്നില്ല. സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെക്കുന്നു.